നീ കാണിച്ച മണ്ടത്തരങ്ങൾ കാരണം എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിയാവോ? ഇന്നലെ ATM മെഷീനിൽ പിന്നടിക്കാൻ പറഞ്ഞപ്പോ ഈ സെറ്റി പിന്നാണ് ഇട്ടത്. അത് മൊത്തത്തിൽ കേടായി പോയി. അതിൽ നിന്ന് ക്യാഷ് അല്ല വന്നത്, ഒരു നോട്ടീസാണ് വന്നത്. അതിലെന്താണെന്ന് അറിയാവോ? ഇങ്ങനെ നീ ചെയ്താൽ ഇടിച്ച് പരിപ്പിളക്കുമെന്ന്. ഇന്ന് മേളം ചെടിയിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ അതിലെ ചെടിയും മണ്ണും ഒക്കെ പുറത്തിട്ടിട്ട് അതിൽ വെള്ളം കയറി ഒഴിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനാണിവൻ. അവനോട് ക്ഷമിക്കുവാണി, അവൻ കുട്ടിയല്ലേ. സത്യമാണ് നീ പറഞ്ഞത്, ഇവൻ കുട്ടിയാണ്, അതും കഴുതയുടെ കുട്ടി. ഇതോടെ മതിയാക്ക് പണി. നിന്റെ വലിയളിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം കിട്ടിയത്? ഇനി രക്ഷണം വേണ്ടി ഞാനുണ്ടല്ലോ. നീ എന്ത് ചെയ്യുന്നു പറയടാ. ഞാനുണ്ടല്ലോ. എന്താടാ? ഞാൻ ഈ വീട് വിട്ട് എന്തെന്നൊക്കെ ഓടിപ്പോയിക്കളയും. എങ്കിൽ ഞാൻ പറയും, നില വിളിച്ചു പറയും, നാട്ടുകാര് കേൾക്കാൻ പറയും. കേട്ടോളൂ കേട്ടോളൂ കേട്ടോളൂ, ഈ ഹണി നമ്പർ 1 കഴുതയാണ്. യഥാർത്ഥ കഴുത പോലും ഇവന്റെ മുന്നിൽ സ്മാർട്ട് ആയിരിക്കും. ഇവനെ പോലുള്ള ഒരു കഴുതയെ ലോകത്തെങ്ങും കാണാൻ കഴിയില്ല. അയ്യോ, ഞാൻ പോവാണ്. വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ ബാഗ്, വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ ബാഗ്, നല്ല ബാഗ്. അങ്കിളെ, അങ്കിൾ എന്തിനാ ഇത്രയും ബാഗ് എടുത്തോണ്ട് സ്റ്റേഷനിലോട്ട് പോകുന്നേ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അളിയനായിട്ട് വഴക്കായതാണോ? നിങ്ങൾ എന്നെ പോലെ വീട് വിട്ട് പുറത്തു വന്നതാണോ? എടോ, ഞാനിവിടെ ബാഗ് വെക്കുകയല്ലേ, പിന്നെ എന്തിനാ എന്റെ അടിയനോട് വഴക്കുണ്ടാക്കുന്നേ? ഞങ്ങൾ അളിയന്മാര് നല്ല സന്തോഷത്തിലാ കഴിയുന്നേ. നീ എന്തിനാ ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കുന്നേ? പോടന്നേ. 10 രൂപയ്ക്ക് 2, 10 രൂപയ്ക്ക് 2, 10 രൂപയ്ക്ക് 2 ബാഗ്, 10 രൂപയ്ക്ക് 2. ഇത്രയും വില കുറവോ? എടോ, ഇങ്ങനെ വിറ്റാലേ വിൽക്കാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെ വിറ്റാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. തനിക്ക് വേണമെങ്കിൽ എടുത്തോ, എന്നാ പിടിച്ചോ. വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ ബാഗ് ബാഗ്. എനിക്കിപ്പോ എന്തായാലും വീട്ടിലോട്ട് തിരിച്ചു പോണമെന്ന് തോന്നുന്നുണ്ട്. എടാ മര കഴുതേ, ഇഡിയറ്റ്. സത്യമാണ് നീ പറഞ്ഞത്, ഇവൻ കുട്ടിയാണ്. 1 മിനിറ്റ്. ഈ ഡയലോഗ് തന്നെ ബണ്ണി എന്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവന്റെ അടുത്തോട്ട് പോകത്തേ ഇല്ല. ഐ ഹേറ്റ് ബണ്ണി. എടാ, ഇവിടെ തെളിപ്പ് കണ്ട ബണിയാണെന്നേ തോന്നുള്ളൂ, പക്ഷെ ഇത് ഹണിയാണല്ലോ. ഇവ ഒരു വൃത്തിയിട്ടോരാ ആളായ അവന്റെ പണി ഞാൻ തീർക്കും. കളി ഞങ്ങളടുത്ത് വേണ്ട, മനസ്സിലായല്ലോ? നിന്റെ ഡയലോഗ് ഒക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് ചിരിയാ വരുന്നത്. എന്നെ കളിയാക്കി എന്താ സംഭവിക്കുന്ന എനിക്കറിയില്ല. നിന്റെ ഷേപ്പേ മാറ്റും. നീയും ആ ബണ്ണി ഒന്നിച്ചല്ലടാ ഞങ്ങൾ എല്ലാരെയും ജയിലിലേക്ക് അയച്ചതാ. ജയിലിലേക്ക് അയച്ചതാ. ഇപ്പൊ എന്തായാലും ബണ്ണി നിന്നോടൊപ്പം ഇല്ലല്ലോ. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് നിന്ന് നിന്നെ ആരാ രക്ഷിക്കാൻ പോകുന്നേ? ഇന്നത്തോടെ നിന്റെ പണി ഞങ്ങൾ തീർത്തിരിക്കും. നിനക്കൊക്കെ ഞാൻ ഒരുത്തം മാത്രം മതിയടാ. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. ഈ പൂച്ചയ്ക്കാണെങ്കിൽ 2 കൈകളുണ്ട്, എനിക്കാണെങ്കിൽ കൈകളില്ല. ഈ പോക്ക് പോയാൽ ശരിയാവില്ല. എനിക്ക് 2 കൈകളുണ്ടായിരുന്നെങ്കിൽ ഇവന്മാരെ ഞാൻ കൈകാര്യം ചെയ്യുമായിരുന്നു. ഇനി ആരുടെയെങ്കിലും സഹായം തേടണം. പോപ്പട്ടെ, നീ പോയി ആരെങ്കിലും വിളിച്ചോണ്ട് വാ. അതുവരെ ഇവന്മാരെ ഞാൻ നോക്കിക്കോളാം. എന്റെ ക്യാപ്പ് റെഡിയായി. എടാ, നിന്നെ കാണാൻ എന്ത് രസമാടാ. നീ എന്റെ കൂട്ടുകാരനായിരുന്നെങ്കിൽ നിന്നെ ഞാൻ പടം കാണാൻ കൊണ്ടുപോകായിരുന്നു, ഒരുമിച്ച് ചായ കുടിക്കായിരുന്നു, ബീച്ചിൽ കൊണ്ടുപോയി അടിച്ചു പൊളിച്ചേനെ. 3 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട പണിയായിരുന്നു. ഇവൻ ക്യാപ്പ് വെച്ച് കളിച്ച് 3 മണിക്കൂറാക്കി മാറ്റി. ഒരു കാര്യം ചെയ്യേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നുറങ്ങ്. എന്നിട്ട് ഈ ക്യാപ്പ് നിന്റെ തലയ്ക്ക് തലയണയായിട്ട് ഉപയോഗിച്ചോ. എനിക്ക് എന്റെ ക്യാപ്പ് എന്ന് വെച്ചാൽ ജീവനാണ് പോപ്പാൻ. ഒരു വശത്ത് 5000 ചോക്ലേറ്റ് വെച്ചിട്ട് മറുവശത്ത് ക്യാപ്പും വെച്ചാൽ ഞാൻ ക്യാപ്പേ ചൂസ് ചെയ്യത്തുള്ളൂ. അതായത് ആനയ്ക്ക് അതിന്റെ കൊമ്പിനെ പോലെ, പുലിക്ക് അതിന്റെ നഖത്തിനെ പോലെ എനിക്ക് എന്റെ ക്യാപ്പ് പ്രധാനമാണ്. ഹാപ്പി ഹോളിഡേ, ഹാപ്പി ഹോളിഡേ. രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടില്ല, നീ കുടുങ്ങി. ഇപ്പൊ കണ്ടോ, ഹാപ്പി ഹോളിഡേ. കൊച്ചലിയ, ഈ ഡുവറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊച്ചു കൊച്ചു ഡൗട്ടിനായി നിനക്ക് കൊച്ചളിയനെ ഓർമ്മ വരികയാണ്. വാഹണി, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ നിന്നെ കൊച്ചലിയെന്ന് വിളിച്ചത്. നീ എന്നെക്കാളും ചെറുതാണല്ലോ, അതുകൊണ്ട് നീ എന്തായാലും എന്റെ കൊച്ചലിയൻ തന്നെയാ. അങ്ങനെയല്ലേ കൊച്ചലിയ? നമ്മുടെ മുകളിൽ ആകാശമാണ്, ആകാശത്തിന് താഴെ ഭൂമിയാണ്. എനിക്കാണെങ്കിൽ ഈ കോമ്പറ്റീഷന് പോകേണ്ടതുണ്ട്. പട്ടണത്തിൽ കോമ്പറ്റീഷൻ നടക്കുകയാണ്.
ഇതിൽ ജയിക്കുന്നവർക്ക് ഹിൽ സ്റ്റേഷനിലേക്ക് പോകാനുള്ള സൗജന്യ യാത്രാ ടിക്കറ്റ് കിട്ടും. കൂടാതെ ഒരുപാട് ഗിഫ്റ്റുകളും കിട്ടും. 4ഉം 6ഉം പോലുള്ള പ്രൈസുകളും കിട്ടും. വാവ്, എന്നാ പിന്നെ ഉറപ്പായിട്ട് എനിക്കും ഇതിൽ പങ്കെടുക്കണം. ഇതിൽ ഡാൻസ് ഒക്കെ കളിക്കേണ്ടി വരും. അതുകൊണ്ട് നിന്റെ കൊച്ചളിയൻ ബണിയെ കൂടി കൊണ്ടുവരാൻ നോക്ക്. കാരണം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ അവിടെ അടിച്ചു പൊളിക്കും. മനസ്സിലായോ? ഞാൻ പറയുന്നത് പോലെ അനുസരിക്കാൻ നോക്ക്. ശരി, എന്നാൽ ഞങ്ങൾക്ക് ഉടൻ തന്നെ പോകേണ്ടതുണ്ട്. നമുക്ക് കോമ്പറ്റീഷൻ വെച്ച് കാണാം. ബായ്. അല്ല, ബൈ. ബണി, ദാ ഹണി നിനക്ക് വേണ്ടി ഒരു എഴുത്തെഴുതിയിരിക്കുകയാണ്. അവൻ അതിൽ നിന്നോട് മാപ്പും ചോദിച്ചിരിക്കുകയാണ്. സത്യത്തിൽ അവൻ മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് എന്റെ മുന്നിൽ വന്ന് ചോദിക്കണമായിരുന്നു. നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അവനെന്തായാലും എഴുതിയിരിക്കുകയല്ലേ, നീ എന്തായാലും ഒന്ന് വായിച്ചു നോക്ക്. വായിക്കേ. ഐ ആം സോറി ബണ്ണി ഫ്രം ഹണി. അവൻ മാപ്പൊന്നും ചോദിച്ചിട്ടില്ല. ഇത് വേറെ ആരോ എഴുതിയിരിക്കുന്നതാണ്. എനിക്കെല്ലാം മനസ്സിലായി. ഇത് നിന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലേ സോർദാർ? ഒരു പക്ഷെ ഹണി ഇത് എഴുതിയിരുന്നെങ്കിൽ ഞാനിത് വായിക്കാൻ 1 മണിക്കൂറെങ്കിലും എടുത്തേനെ. അത്രയ്ക്ക് വൃത്തികെട്ട ഹാൻഡ് റൈറ്റിംഗ് ആണ് അവന്റേത്. എന്റെ പദ്ധതിയെല്ലാം പൊളിഞ്ഞല്ലോ. ഹണിയുടെ ഹാൻഡ് റൈറ്റിംഗിന്റെ കാര്യം ഞാൻ ഓർത്തേ ഇല്ല. ഹണി, ദാ നോക്കിയേ, ബണി നിനക്ക് വേണ്ടി ഗിഫ്റ്റ് തന്നു വിട്ടിരിക്കുന്നു. എന്താ പറഞ്ഞേ? എനിക്ക് വേണ്ടിയോ? ഒരു മിനിറ്റ്, അവന്റെ ഫെയർവെൽ ഗിഫ്റ്റ് വന്ന് എന്നെ എന്തെന്നൊക്കെ നശിപ്പിക്കാൻ നോക്കുവാണോ? അല്ല ഹണി, അവൻ ഈ സമ്മാനം തന്നു വിട്ടിട്ട് നിന്നെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്. നിന്നെ അപമാനപ്പെടുത്താൻ വേണ്ടി അല്ല. ഒരു മിനിറ്റ്, ഈ പേപ്പറിൽ എന്താ എഴുതിയിരിക്കുന്നേ? സ്നേഹപൂർവ്വം ബണ്ണി. പക്ഷെ ഇതിലുള്ള സിഗ്നേച്ചർ നിന്റെ ആണല്ലോ പോപ്പട്ടെ. അത് ശരി, അപ്പൊ ഈ ഗിഫ്റ്റ് നീ കൊണ്ടതാണല്ലേ? ഞാൻ പോയി ബണ്ണിയെടുത്ത് കൈ കോർക്കണോ അല്ലേ? ഒരിക്കലും ఇല്ല. డిస్కో ధమాకేనా? దీన్ని కూడా చూద్దాం. ఏదో మ్యూజికల్ ఫిల్మ్ లా అనిపిస్తుంది. ఊడి బాబా, మనం ఇంతసేపు షూటింగ్ లోనే కదా ఉన్నా, ఉన్నట్టుండి ఇక్కడికి ఎలా వచ్చాం? నేను కూడా అదే ఆలోచిస్తూ ఉన్నా. నేను ఆలోచించిన విషయాన్ని నువ్వు కూడా ఆలోచిస్తే ఇక నేనేం ఆలోచించాలి? నువ్వు ఇంకేదైనా ఆలోచించు. ఊళ్ళల్లో అది సార్, మీరందరూ ఎవరు? మేము డిస్కో బందిపోటులం. డిస్కో ఇంట్లో దోచుకుంటాం. మిమ్మల్ని కలుసుకున్నందుకు డిచికి డిచికి అవుతోంది. హృదయం లోపల టిక్కు టాకు అని టైము పరిగెడుతోంది. మీరు డాన్స్ చేస్తూ షూట్ చేస్తారా ఏంటి? అప్పుడు యాక్షన్ సీన్ లో యాక్షన్ తక్కువగా ఉంటుంది, అప్పుడు డాన్స్ ఆడే ఫీలింగ్ ఎక్కువగా ఉంటుంది. మేము డిస్కో బందిపోటులం, అందుకని డిస్కో బీట్ లోనే మాట్లాడుతాం. షూటింగ్ లో దోచుకునే సీన్ తీస్తున్నారు. పదటి బయటికి వెళ్ళి దోచుకుందాం. అరే, నేను కూడా అదే ఆలోచిస్తూ ఓడి బాబా, నేను ఆలోచించిన విషయాన్ని నువ్వు కూడా ఆలోచిస్తే ఇక నేనేమో ఆలోచించాలి? నువ్వు ఇంకేదైనా ఆలోచించు. బయలుదేరండి. మెథడ్ లోపల డిస్కో బిట్ ని పంపిద్దాం. తప్పుకోలేకపోతే కొడతాం. ఏంటబ్బా ఇది? పోను సమస్యగా మారుతోంది. త్వరగా రిమోట్ తీసుకుని టీవీ ఛానల్ మార్చండి. చెప్పడే చెప్పకు. అలాంటి నేను నీకు బై బై చెప్పాను. డిస్కో స్టైల్లో నోటితో డిస్కౌంట్ సౌండ్ చేస్తాం. తప్పుకో లేదంటే కొడతాను. ఇలా చూడండి పిల్లలు, తెలియకుండా ఓ తప్పు జరిగిపోయింది. మాల్లో తెలియకుండా మీ టీవీ నా దగ్గర, అలాగే నా ఎక్స్పెరిమెంటల్ 10D టీవీ మీ దగ్గరకు వచ్చేసింది. ఇంకా మంచిది, టీవీ బిల్లో మీ అడ్రస్ ఉంది కాబట్టి సరిపోయింది. నేనే మీ కొత్త నేబర్ ని, సైంటిస్ట్ భువనేశ్వర్. ఇది చెప్పడానికి ఇంత లేట్ గా మీరు ఇక్కడికి వచ్చారా ఏంటి? ఎప్పుడు ఎందుకు ఎలా అయిందో ఆలోచించి మా బుర్రలకి మేము తెగ పదును పెట్టేస్తున్నాం. అరే అది కాదబ్బా, నేను గంట క్రితమే చెప్పాలనుకున్నాను. అయితే ఏంటంటే మీ ఎల్లు ఎక్కడుందో నేను మర్చిపోయాను. మీరు సరైన సమయానికి ఎంట్రీ ఇచ్చారు. కొంతమంది దోపిడీదారులు ఈ టీవీలో నుండి బయటకు వచ్చారు. అంతేకాదు, వాళ్ళు టీవీ రిమోట్ ను కూడా విరగొట్టారు. మీరు రిమోట్ ని రిపేర్ చేయండి, మేము దోపిడీదారులను వెతుకుతాం. పదండి ఫ్రెండ్స్. అందరూ ఆగండి, నేను చెప్పేది వినండి. మీరు చేయగలరా అసలు లేదా? అలా అయితే చేయలేమా? లేదబ్బా, చేయగలరు, కానీ ముందుగా విను. అదేంటంటే రిక్వెస్ట్ చేసినట్టుగా ఉండాలి, ఆర్డర్ ఏం కాదు. సరే బయలుదేరండి, నేను మీకు నూడిల్స్ చేసి పెడతాను. అరే నూడుల్ కాదండి, మీరు రిమోట్ ని సరి చెయ్యాలి. అదే బా, నేను నూడిల్స్ చేస్తూనే రిమోట్ ని కూడా సరి చేసేస్తాను. ബസ് എന്ത് മാത്രം സ്ലോ ആയിട്ടാ പോകുന്നേ? ഓരോ പാസഞ്ചേഴ്സും 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാ 500 മിനിറ്റ് എനിക്ക് വേസ്റ്റ് ആയി പോകുന്നത്. ഞാൻ ബസ് സ്പീഡിൽ ഓടിച്ച് എല്ലാവരുടെ സമയം ലാഭിക്കാൻ പോവുക. ചേട്ടാ, അതെ ബസ് ഓടിക്കുമ്പോ ബസിന്റെ ടയറുകൾ കിടന്ന് കുലുങ്ങുന്നുണ്ട്, നോക്കിക്കേ. ചേട്ടൻ ചെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോഴേക്ക് ഈ ബസ് ഞാൻ ഓടിച്ചോളാം. അയ്യോ, ബസിന്റെ ഏത് ടയറാ ഇളകുന്നത്?
അയ്യോ എന്റെ സ്റ്റോപ്പ് കഴിഞ്ഞു പോയി. ബസ് നിർത്ത്. ബസ് നിർത്തി കഴിഞ്ഞാലേ സമയം വേസ്റ്റ് ആയി പോവും. നമ്മൾ ഒരിക്കലും സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല. ഈ വണ്ടി എന്തൊരു പോകാ. എനിക്ക് ഇന്നിപ്പോ കാണണ്ട എന്റെ നാളത്തെ മൂവി മിസ്സായി പോവാതിരുന്നാ മതി. എടോ അവിടെ നിക്ക്. എന്റെ ടിക്കറ്റിന്റെ കാശെങ്കിലും തന്നിട്ട് പോ. ഞാൻ നിങ്ങളുടെ എന്തുമാത്രം സമയം ലാഭിച്ചത്. ടൈം ഈസ് മണി. അതിന്ന് ടിക്കറ്റിന്റെ പൈസ എടുത്തിട്ട് ബാക്കി ചില്ലറ ചേട്ടൻ തന്നെ വെച്ചോ. എടോ ഇത് നാളത്തെ സിനിമയുടെ ടിക്കറ്റ് ആണല്ലോ. അതെ അതെനിക്കറിയാം. പക്ഷേ എനിക്ക് ഈ സിനിമ ഇന്നാണ് കാണേണ്ടത്. കാരണം നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യണം. അതുകൊണ്ട് ഞാൻ നാളത്തെ മൂവി ഇന്ന് തന്നെ കാണാന്ന് വിചാരിച്ചാ വന്നത്. ആ അതെ, നമ്മൾ ഒരു കാരണവശാലും സമയം പഴക്കാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് നാളത്തെ മൂവി ഇന്ന് ദാ ഇപ്പൊ തന്നെ കാണണം. എടോ പക്ഷെ നാളത്തെ മൂവി ഇന്ന് എങ്ങനെയാ കാണിക്കുന്നേ തന്നെ? തനിക്കെന്താ മനസ്സിലാകാത്തത്? അയ്യോ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഏയ് ഇല്ലില്ല, ഇന്ന് തന്നെ ഞാൻ ആ സിനിമ കാണും. കൂട്ടുകാരെ വേഗമാട്ടെ, അവന്റെ പുറകെ ഓട്. ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും? എന്നാ പിന്നെ തനിക്കൊരു കാര്യം ചെയ്തൂടെ? അഥവാ താൻ ടയേർഡ് ആണെങ്കിൽ പുറത്തു പോയി നാളെ കഴിക്കാനുള്ള ഭക്ഷണം ഇന്ന് തന്നെ പോയി കഴിക്കേ. എന്നെ വെറുതെ പ്രാന്ത് പിടിപ്പിക്കല്ലേ. ഇതൊരു നല്ല ഐഡിയ ആണ്. നാളെ കഴിക്കേണ്ടത് ഇന്ന് കഴിക്കണം, ഇന്ന് കഴിക്കേണ്ടത് ഇപ്പൊ കഴിക്കണം. ഞാൻ ഇപ്പൊ തന്നെ പുറത്തു പോയി കഴിക്കാനുള്ളതൊക്കെ റെഡി ആക്കിയിട്ട് വരാം. మేడం మా కోసం కొత్త టీవీ కొన్నందుకు చాలా థ్యాంక్స్. కానీ కొత్త టీవీ కొండ వల్ల ప్రయోజనం ఏంటి? పాత ఛానల్సే కదా వస్తాయి. ఇది చాలా పెద్ద టీవీ. ఇందులో టెన్నిస్ మ్యాచ్ చూస్తే ఫుట్బాల్ మ్యాచ్ చూసినంత ఆనందంగా ఉంటుంది. రాత్రులు దీని మీద పెట్టేసుకుని హ్యాపీగా నిద్రపోతాను. ఏంటి అనుమానమా? మేడం మీరు అసలు ఏమీ టెన్షన్ కావద్దు. నేను టీవీని భద్రంగా చూసుకుంటాను. అరే నా బ్యాగ్, మా టీవీ. టీవీ కిందకి వెళ్ళిపోయింది. మెట్ల మీద నుంచి వెళ్దాం రండి. బ్యాట్స్మెన్ ఏంటి ఫాస్ట్ గా కొట్టారో? బాల్ మన ఇంటి దాకా వచ్చేసిందే. వావ్! టీవీలో నుండి బాల్ బయటికి ఎలా వచ్చింది? అరే దాని సంగతి పక్కన పెట్టండి. ఇప్పుడు లోపల ఉన్నవన్నీ ఎలా బయటకు వస్తున్నాయి? బాల్ ని నేను పెట్టుకుంటాను. బ్యాట్స్మెన్ కి తెలిసిపోతుందా ఏంటే? టూడీ 3D 4D గురించి విన్నాను, కానీ ఇదేమిటో హెచ్డి అట. అదంతా టెక్నాలజీ అద్భుతం. అలాంటి రోజు ఒక రోజు వస్తుంది చూడండి. మనం టీవీలో కూర్చొని జాలీగా క్రికెట్ ఆడుతుంటాం. సరే ఉండండి, ఇంకో ఛానల్ పెట్టి చూద్దాం. శబాష్ 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 శబాష్. జనాలు వర్క్ ఫ్రమ్ హోమ్ చేస్తారు, మనం వర్కౌట్ ఫ్రమ్ హోమ్ చేస్తున్నాం. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യൂ, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ ചെയ്യൂ. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യൂ, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ ചെയ്യൂ. അതായത് നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പാടില്ലെന്നാണോ? അതെ അതായത് ടൈം വേസ്റ്റ് ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാവുന്നാണോ? അതെ. ഐ എം സോറി കൂട്ടുകാരെ, എനിക്കെല്ലാം മനസ്സിലായി. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യണം. അതിനുവേണ്ടി നാളെ ആവാൻ കാത്തിരിക്കാൻ പാടില്ല. ഇന്ന് മുതൽ ഞാൻ എന്റെയും പിന്നെ മറ്റുള്ളവരുടെയും സമയം വേസ്റ്റ് ആവാൻ ഒരിക്കലും സമ്മതിക്കില്ല.
ഹണി നിൽക്ക്. ബസ് എങ്ങാൻ നിർത്തി കയറിയിരുന്നെങ്കിൽ ബസ് ഡ്രൈവറിന്റെ പാസഞ്ചേഴ്സിന്റെ സമയം വേസ്റ്റ് ആവില്ലായിരുന്നോ? അതുകൊണ്ട് ഓടുന്ന ബസ്സിൽ ചാടി കയറിയത്. വെല്ലുവിളിയാ, നീ എങ്ങോട്ടായി പോന്നെ? ഞാൻ സിനിമ കാണാൻ പോവുക. ആക്ച്വലി ഞാൻ നാളത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ ചെയ്യണം. സംസാരിച്ചോണ്ട് നിന്നാ പിന്നെ സിനിമ കാണാൻ എപ്പോഴാ സമയം കിട്ടുക? എടാ സോദാറേ, നമ്മുടെ ഹണിയെ പൂച്ച ഗ്യാങ് പഞ്ഞിക്കിട്ടോണ്ടിരിക്കുക. അവനെ നമുക്ക് രക്ഷിക്കണം. വേഗം വാ. എന്താ? ഞാനും വരുന്നു. വേണ്ട, നീ വീട്ടിൽ തന്നെ നിൽക്ക്. നീ വരികയാണെങ്കില് പൂച്ച ഗ്യാങ്ങിന് മുമ്പായിട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തല്ലും. ഞാൻ പോകാം. എന്റെ വലിയ കളിയനെ ആരെങ്കിലും തല്ലുമ്പോ ഞാനിങ്ങനെ വീട്ടിൽ ഇരിക്കാൻ പറ്റുമോ? അത് ഒരിക്കലും നടക്കില്ല. എന്റെ വലിയ കളിയുടെ പുറത്ത് ആരെങ്കിലും കൈവച്ചാൽ അവന്റെ കഥ ഞാൻ ഇന്നത്തോടെ തീർക്കും. നീ ചെയ്ത ഒട്ടും ശരിയല്ല ബണ്ണി. ഞാൻ പുലിയാ. എന്റെ കൊച്ചിലെ എന്താ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നീ പുലിയല്ലടാ, വെറും ഒരു എലിയാണ്. ഐ മിസ് യു വെല്ലുവിളിയാ. ഐ മിസ് യു. കൈ കൊടുക്ക്, കൈ കൊടുക്ക്. ഞാൻ കൈ കൊടുക്കില്ല. കെട്ടിപ്പിടിക്കേ ഉള്ളൂ. ആ